പൊന്നൂക്കര മൈമ്പിളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 12 വർഷം കൂടുമ്പോൾ നടത്തേണ്ട പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ വർഷങ്ങളായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അഷ്ടമംഗല്യ പ്രശ്നത്തെ തുടർന്നാണ് പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ നടത്തുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി ഒന്നാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഘ്ന ഹോമം, വാസ്തുഹോമം, വാസ്തുകലശം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. 8ാം ദിവസമായ ഏപ്രിൽ 2-ന് രാവിലെ 8:55-നും 10:58-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തും. 11ാം ദിവസം രാവിലെ നട തുറക്കൽ, കലശത്തിങ്കൽ ഉഷപൂജ, തത്വഹോമം, തത്വകലശ പൂജ, ശ്രീഭൂതബലി, രാത്രി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സന്തോഷ് കിഴക്കേപ്പുര, സുരേന്ദ്രൻ പണിക്കാട്ടിൽ, സേതുമാധവൻ കുന്നമ്പത്ത്, പ്രമോദ്, രതീഷ്, സുജാത, സതീഷ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. മൈമ്പിളി ശ്രീ മഹാദേവ ക്ഷേത്രം പൊന്നൂക്കര നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ക്ഷേത്രം തന്ത്രി കൈമുക്ക് വൈദികൻ ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെ അമ്പലത്തിൽ നടക്കുകയാണ്. 26 തൊട്ട് ശുദ്ധിക്രിയകളും മറ്റു ഹോമങ്ങളും തുടങ്ങി ഏപ്രിൽ 2 മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ രാവിലെ 8:58 മുതൽ 10:58 സമയത്തിൽ പുനഃപ്രതിഷ്ഠ, ദേവൻ്റെ പുനഃപ്രതിഷ്ഠ ഇവിടെ നടത്തുന്നതാണ്. തുടർന്ന് 2 ദിവസത്തെ നടയടപ്പിന് ശേഷം ഏപ്രിൽ 5 രാവിലെ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടതുറപ്പ് മഹോത്സവം നടക്കുന്നു. വൈകിട്ട് 5 സമാജങ്ങൾ, 5 ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് കാലത്തെ ദേശവാസികളെല്ലാവരെയും ആഗ്രഹപ്രകാരം 2023 ഡിസംബർ 7-ാം തീയതി നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ ഭാഗമായി അന്ന് പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് 2024 നമ്മൾ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഇപ്പോൾ 2025 നമ്മൾ നവീകരണ കലശം നടത്താമെന്നുള്ളതിലേക്ക് എല്ലാവരും എത്തിയത്. നമ്മുടെ പൂർവികർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ക്ഷേത്രത്തിലെ ഈ പുനഃപ്രതിഷ്ഠയും നവീകരണവും 80 വർഷത്തോളമായിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതും തുടർന്ന് ഈ ചടങ്ങ് ഭംഗിയായി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതും. ഏകദേശം 80 വർഷത്തോളമായിട്ട് ഇവിടെ നവീകരണ കലശമോ പുനഃപ്രതിഷ്ഠയോ നടന്നതായി നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് വളരെ എല്ലാ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ചടങ്ങ് ഇത്രയും നാളായിട്ട് നടക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുകയുണ്ടായത്. ഞാൻ ദേവൻ്റെ ഒരു വലിയ ഭക്തനാണ്. എൻ്റെ വീട് ഇതിൻ്റെ തൊട്ട് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ വന്ന് ഒന്ന് കുളിച്ച് തൊഴുത് പോയി കഴിഞ്ഞാൽ അത് എന്ത് പ്രശ്നമായാൽ തന്നെയും അത് വളരെ നിസാരമായിട്ട് നമുക്ക് അത് തീർത്ത് തന്ന അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളേതാണ്ട് എനിക്കൊരു ഈ അമ്പലവുമായിട്ടൊരു 69 വർഷത്തെ ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദേവൻ അത്രയും പ്രിയപ്പെട്ടതാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്നെ ഇപ്പോൾ നിലനിർത്തി പോയിരുന്നത് തന്നെ ദേവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് ഞാൻ ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങളിൽ എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്തുകൊണ്ടും ഇന്നും ഇരിക്കുന്നു. ഇന്നും ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്ന് പെട്ടിട്ടുള്ളത്.